അടുത്ത വർഷം ഒരു പ്രാക്ടിക്കൽ ഇതേപോലെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ രവീന്ദ്രൻ എന്ന് പറയുന്ന ആക്ടറാണ്. അന്ന് അവൻ്റെ പേര് തമ്പി എലിയാസ്. എറണാകുളത്തിലുള്ള രവീന്ദ്രൻ ഒരു ടൈമിൽ തമിഴ്നാട്ടിലെ വിപ്ലവം ഉണ്ടാക്കിയ ഒരു ആക്ടറാണ്. എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. അവിടെ രവീന്ദ്രൻ്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ തമ്പി എലിയാസ്. അപ്പം പുള്ളി അടുത്ത വർഷം വന്നപ്പം പുള്ളിയാണ് എൻ്റെ മോഡലായിട്ട് ആക്ട് ചെയ്ത്. അതും ഭയങ്കര, അത് ജൂലി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഹിന്ദി പാട്ടാണ് ഞാൻ ചെയ്തത്. അന്ന് തമിഴ്നാട് മൊത്തം ഹിന്ദിക്ക് എതിരായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്ത 2 പാട്ടും ഹിന്ദി പാട്ടുകളാണ്. പക്ഷേ രണ്ടുക്കും ഭയങ്കര അപ്രിഷ്യേഷൻ കിട്ടിയതാണ്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഡിപ്ലോമ വന്നപ്പോൾ ഇത് വീണ്ടും ഡയറക്ടർ ഇല്ലാതായി. അപ്പോൾ എംജിആറുടെ ഡയറക്ടറായിരുന്ന ASS സ്വാമി സാറിന് എங்கள் പ്രൊഫസറായിരുന്നു. എംജിആറെ വെച്ച് ഒരുപാട് ഹിറ്റ് പടങ്ങൾ ചെയ്ത ഡയറക്ടറാണ്. പിന്നെ പടങ്ങളൊക്കെ എടുത്ത് ഫ്ലോപ്പായി ബാങ്ക്രപ്റ്റായി അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം ചെയ്തത് ഡെലിവറൻസ് എന്നൊരു ഡിപ്ലോമ ഫിലിമായിരുന്നു. അതും എനിക്ക് നമ്മുടെ വിൻസൻ മാഷ് മലയാളത്തിൻ്റെ ഏറ്റവും സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ, ബെസ്റ്റ് ഡയറക്ടറായിരുന്ന അദ്ദേഹം വന്നിട്ടാണ് എക്സാമിനേഷൻ വന്നത്. അദ്ദേഹം വന്നിട്ട് ഹയസ്റ്റ് മാർക്ക് കിട്ടിയത് ആ വർഷം എനിക്കായിരുന്നു. അപ്പോൾ ഭയങ്കര ഞാൻ ഹാപ്പിയായി. വിൻസൻ മാഷേട്ടൻ്റെ മാർക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ പുള്ളിയെ എല്ലാവരും പറയും കഞ്ചൂസ് എന്നൊക്കെ പറയാം. കഞ്ചനാണെന്ന്. കഞ്ചന തമിഴിൽ മൈസർ. അപ്പോൾ പിശുക്കൻ എന്ന് പറയുന്ന വാക്കാണ് എല്ലാവരും. മാർക്ക് തരത്തില്ല ആർക്കും. കാരണം പുള്ളിക്ക് ഈ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു ഡെപ്ത് ഇല്ലാതെ ഇമേജ് ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ പുള്ളിക്കുണ്ട്. അതായത് ലോ അപ്പർച്ചറിൽ ചെയ്യുന്ന എല്ലാം ഇന്ന് പറയുന്ന ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന സംഭവങ്ങൾ അന്ന് നമ്മൾക്ക് എക്സ്പെരിമെൻറ്റാണ് ചെയ്യും. അത് അപ്പർച്ചറില്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് ഇല്ല. ടെക്നിക്കലി പറയുകയാണ് അതിൻ്റെ ഒരു ഡെപ്ത് ഇല്ല ആ പിക്ചറിൽ. ഡെഡ് ഇമേജസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി മാർക്ക് തരത്തില്ല. പക്ഷേ എൻ്റെ ഡെലിവറൻസ് കണ്ടിട്ട് ഈ ഗെയിമിൽ ബെസ്റ്റ് മാർക്ക്. അപ്പോൾ അന്ന് ഹയസ്റ്റ് മാർക്കായിട്ട് പാസ്. അപ്പം PC ശ്രീറാം എൻ്റെ ജൂനിയറാണ് പഠിക്കുന്നത്. എല്ലാവരും വന്നിട്ട് സാലു ജോർജ് എൻ്റെ ജൂനിയറാണ്. സാലു ജോർജ് പിന്നെ ഉള്ളടക്കം അങ്ങനെ വലിയ വലിയ പടങ്ങൾ ചെയ്ത ക്യാമറമാനാണ് കമലിൻ്റെ. അപ്പോൾ സാലു ജോർജ് വന്നിട്ട് ഷേഖൻ തന്ന് കിത്തു എവറിബഡി അപ്രിഷിയേറ്റഡ് മീ. പക്ഷേ ഈ പാട്ടെല്ലാം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ വെളിയിൽ ഇറങ്ങുക. എനിക്കൊരു ഗോഡ് ഫാദറില്ല, ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടെന്ന് പറഞ്ഞ് പുഷ് ചെയ്യാൻ ആളില്ല. അന്ന് ഇൻഡസ്ട്രിയിൽ പോവുകയാണെങ്കിൽ, അകത്ത് പോവുകയാണെങ്കിൽ ഒരു പുഷിങ് വേണം. അപ്പോൾ അത് നടക്കാതെ വന്നപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ആ പുൽത്തകടിയിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ് പാസ്സായി വീട്ടിൽ തിരിച്ച് വന്നോണ്ട് അച്ഛൻ ചോദിച്ചു എന്ത് ചെയ്യാൻ പോകുന്നത്, ഗവൺമെൻറ്റിലെ ഡ്യൂട്ടി എന്തെങ്കിലും ജോലി നോക്കണ്ടേന്ന് ചോദിച്ചു. കാരണം വീട്ടിൽ അച്ഛനക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈസ് വെരി ടീച്ചറായിരുന്നു. മാത്രമല്ല അങ്ങനെ സോഷ്യൽ സർവീസ് അതിലൊക്കെ പൈസ ഒരുപാട് ചിലവാക്കുന്ന ഒരാളാണ്. അത് ഈ സേവിങ്സ് അതൊന്നും താല്പര്യമില്ല പുള്ളി. വീട് വയ്ക്കണം, അത് വയ്ക്കണം, കാശുണ്ടാക്കണം, ഒരു താല്പര്യമില്ല. ഒരു വീട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര അവിടെ ഒരു 100 രൂപയുടെ പ്രശ്നമാണെങ്കിൽ ഒരു 50 രൂപ പുള്ളി എങ്ങനെയും കൊടുക്കാൻ നോക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ പറഞ്ഞു ശരി ഞാൻ മദ്രാസിൽ പോയി സിനിമ പോകണം പറഞ്ഞാൽ ചിലപ്പം വിടത്തില്ല. കാരണം ഫണ്ട് തരാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഫിലിം ഡിവിഷനിൽ എനിക്കൊരു ടെമ്പററി പോസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഫിലിം ഡിവിഷനിൽ ഞാൻ അവിടെ പറഞ്ഞെടുത്ത് ഒരു ഡോക്യുമെൻ്ററി എപ്പോഴെങ്കിലും ഒരു ഡോക്യുമെൻ്ററി ക്യാമറ ചെയ്യാൻ കിട്ടും. ഒരു 100 രൂപ കിട്ടും. ആ 100 രൂപ വെച്ചാൽ ഒരു 2 മാസം അല്ല 1 മാസം ഇങ്ങനെ സ്കെച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന പീരിയഡായിരുന്നു. ബട്ട് ഫിലിം ക്രേസായിട്ട് അവിടെ പോയി നിന്നത് ജോലി കിട്ടുമായിരുന്നു. പക്ഷേ ജോലി ട്രൈ ചെയ്തില്ല. അങ്ങനെ ഒരിക്കൽ ഉച്ചയ്ക്ക് ഇങ്ങനെ ലോണിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കിടക്കുമ്പോഴാണ് ബാക്കിൽ ഒരാൾ വന്ന് ഇരിക്കുന്നത് ഫീൽ ചെയ്ത്. ആരോ സിംറ്റം പോലെ തോന്നി എനിക്ക്. ഞാൻ എണീറ്റില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവിടെ കിടന്നിട്ട് പുള്ളി സ്മോക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്മോക്ക് ചെയ്തപ്പോൾ ആ സ്മോക്ക് കണ്ട് ഞാൻ കുറച്ച് മാറി അവിടെ കിടക്കായിരുന്നു. തമ്പി എங்கே പഠിக்கிறீங்களாന്ന് ചോദിച്ചു. ഇവിടെ പഠിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി എന്താ ജോലി ചെയ്യുന്നതെന്ന്. അല്ല ജോലി തപ്പണമെന്ന് പറഞ്ഞു. എന്ത് ജോലിയാണ്? അസിസ്റ്റൻറ്റ് ക്യാമറമാൻ അല്ല അസോസിയേറ്റ് ക്യാമറമാൻ എന്ന്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഏറ്റവും മാർക്ക് വാങ്ങിച്ച ആളെന്ന് ഭയങ്കര ബോൾഡായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ. അപ്പോൾ പുള്ളി പറഞ്ഞ് നീ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളി സ്മോക്ക് ചെയ്തിട്ട് വാന്ന് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ എന്താണെന്ന് ചോദിച്ചു. വാ എന്ന് പറഞ്ഞു. അവിടെ അകത്തെ പോയി ക്യാമറ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി ക്യാമറയിൽ പോയി ഇരുന്നു. ഞാൻ ഞെട്ടിപ്പോയി.
ഇസ് എ ക്യാമറ. അതാ ജെ വിജയം എന്ന് പറയുന്ന നാഷണൽ അവാർഡ് വിന്നറും ഇൻ്റർനാഷണൽ ഇന്ത്യയിലെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ടൈമിൽ IRPS എന്ന് പറയുന്ന അവാർഡ്, ഇന്ത്യൻ ഫോട്ടോഗ്രാഫി റോയൽ സൊസൈറ്റി കൊടുത്ത ഒരു അവാർഡ് പുള്ളിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ള ആ സിനിമോട്ടോഗ്രാഫറായിരുന്നു. ഞാൻ അവിടെ പിന്നെ നെർവസായിട്ട് എങ്ങനെ എന്നിട്ട് എങ്ങനെ പുള്ളിയെടുത്ത് ഞാൻ ഭയങ്കര ഓവർ ആക്ട് ചെയ്തില്ലേ, ലാസ്റ്റ് ഇയർ ബ്രില്യൻ സ്റ്റുഡൻ്റ് അത് ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഓപ്പറേറ്റ് ചെയ്യുന്ന ഷോട്ട് കഴിഞ്ഞു. അത് തെലുങ്ക് പടമായിരുന്നു. അപ്പോൾ പുള്ളി വന്ന് പറഞ്ഞിട്ട് ആരുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു വിൻസെൻ്റ് മാസ്റ്റർ ട്രൈ பண்ணணும்னு. അപ്പം പുള്ളി പറഞ്ഞ് എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞു അപ്പോൾ എനിക്ക് ഭക്ഷണം കിട്ടൂലേ, ചപ്പാട് കിട്ടില്ല, അങ്ങനെ ഒരു ധാരണയിലെത്തി ഞാൻ. ഫുഡ് പ്രോബ്ലം ഉണ്ടാവില്ല തന്നെ. അപ്പോൾ പുള്ളി പറഞ്ഞ് മറ്റന്നാൾ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ശരി വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോകാൻ പറ്റിയില്ല. അതിൻ്റെ എന്തോ റീസൺ ഉണ്ടായി ഞാൻ പോയില്ല. അന്ന് മറ്റന്നാൾ വരാൻ പറഞ്ഞ ആൾ പോയില്ല. പിന്നെ ഒരു ദിവസം പുള്ളിയുടെ വീട്ടിൽ പോയപ്പം പുള്ളി ഹൈദരാബാദ് എവിടെയോ പോയിരിക്കുക, വിജയവാഡാവോ ഹൈദരാബാദ് ആന്ധ്രയിൽ എവിടെയോ ഒരു സ്ഥലം പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു വന്നു. പിന്നെ അത് നടന്നില്ല. പിന്നെ വിൻസെൻ്റ് മാസ്റ്ററുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഞാൻ തിരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പ്രൊഫസറെ കണ്ട് എല്ലാം അനുഗ്രഹം വെച്ചു. അപ്പം പ്രൊഫസർ ചോദിച്ച് അതേപ്പം ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചു. നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നു സാർ. യു ആർ ദ ഹയസ്റ്റ് മാർക്ക് ഇൻ ലാസ്റ്റ് ഇയർ, യു നോ ദാറ്റ് ലൈൻ? യെസ് സാർ. അതിൽ ഐ എം പ്രൗഡ് ഓഫ് യു. ഇവിടെ വരുമ്പോൾ നിന്നെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞു, പക്ഷേ നീ പോകുമ്പോൾ എല്ലാവരും നിന്നെ അപ്രിസിയേഷൻ ചെയ്യുന്നു അല്ലേ എന്ന്. അപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അതെ സാർ എന്ന് പറഞ്ഞു. യു ആർ ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ലാസ്റ്റ് ഇയർ. അതെ സാർ എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ എങ്ങനെ കയറി വരുമ്പോൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ഒന്നും അറിയാത്ത ആളായിട്ട് തന്നെ അകത്ത് കയറി വന്നു ഗേറ്റിലിരുന്ന്. ഈ ഗേറ്റ് കടന്ന് വരുമ്പോൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും അറിയില്ല, സീറോയിലെന്നു. ഇപ്പോൾ പോകുമ്പോൾ അത് തന്നെ വിചാരിച്ചിട്ട് പോകണം, എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് പോകണം. കാരണം ഇൻഡസ്ട്രി പോകുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ചമ്മിപ്പോയി. എന്താ അങ്ങനെ പറയാൻ കാരണം എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ ഓക്കെ സാറിന് തലയാട്ടിയിട്ട് അങ്ങനെ അനക്കിയിട്ട് പോയി. ഗേറ്റിൽ പോകുമ്പോൾ അങ്ങനെ ഇരുന്ന് 1 കിലോമീറ്റർ നടന്നു പോകണം ബസ്. നടന്നു പോകുമ്പോഴൊക്കെ ആലോചിച്ച് എന്ത് സാറ് അങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ ഇഷ്ടമായിരുന്ന ആളല്ലേ, നല്ല മാർക്ക് കിട്ടിയിട്ട് അപ്രിസിയേഷൻ തന്നിട്ട് ഇങ്ങനെ പറയുന്നത്. ഒരു കൺഫ്യൂഷനാണ്. പിന്നെ ഞാൻ ഇൻഡസ്ട്രി പോകുമ്പോൾ അറിയാം നമ്മൾ സീറോ ആയി. കാരണം ഇൻഡസ്ട്രിയിൽ കയറാൻ ഇതൊന്നും ക്വാളിഫിക്കേഷൻ അല്ല. പ്രാക്ടിക്കൽ ഏരിയ ഈസ് സോ ഡിഫറെൻറ്റ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് കൊണ്ട് നമ്മളെല്ലാം അറിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇല്ലെന്നുള്ളത് സീറോ ആണെന്ന് പുള്ളി പറഞ്ഞത്. ഗേറ്റിൽ എങ്ങനെ കയറിയോ അതുപോലെ ഇറങ്ങിപ്പോകുമ്പോൾ അങ്ങനെ വിചാരിക്കണം പറഞ്ഞത് സത്യമെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് വിൻസെൻ്റ് മാസ്റ്റർ വേക്കൻസി ചെയ്ത് പടം തുടങ്ങുന്നതെന്ന് ഞാൻ അറിഞ്ഞു. നേരെ വിൻസെൻ്റ് മാസ്റ്റർ വീട്ടിൽ പോയി. വിൻസെൻ്റ് മാസ്റ്റർ വീട്ടിൽ പോയി അവിടെ കാത്തിരുന്നു. അപ്പോൾ അജയൻ വിൻസെൻ്റ് മൂത്ത ആളോ എന്ന് എനിക്കറിയില്ല, രണ്ടിലാരോ അവർ പുറത്തേക്ക് വന്നിട്ട് ഇതാരെന്ന് ചോദിച്ചു. അപ്പം സാറെ കാണാൻ വന്നത്. ഞാൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആളാണ്. സാറാണ് എനിക്ക് മാർക്ക് കിട്ടത്, അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഇൻട്രൊഡക്ഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഞാൻ ആരെയും അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പം ശരി ഇരിക്കും ഇവിടെ ഇരിക്കും പറഞ്ഞിട്ട് അവർ അകത്തേക്ക് പോയി. പിന്നെ വിൻസെൻ്റ് മാഷ് വന്നില്ല, വെളിയിൽ വരാതെ വന്നിട്ട് ജയനൻ വിൻസെൻ്റ് വെളിയിൽ വന്നു. പിന്നെ എന്നെ നോക്കിയിട്ട് പോയി. പുള്ളി വണ്ടി എടുത്തിട്ട് എന്തോ പോയി. പിന്നെ ഒരാൾ വന്നിട്ട് നാളെ ചെങ്കൽപ്പെട്ടിൽ ഒരിടത്തിൽ ഷൂട്ടിംഗ് ഉണ്ട്, അങ്ങ് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. നാളെ അടുത്ത ആഴ്ച ഏതോ സമയം പറഞ്ഞു, 2 days കഴിഞ്ഞിട്ട് ചെങ്കൽപ്പെട്ടിൽ ഷൂട്ടിംഗ് ഉണ്ട്, സാറ് ഡയറക്ഷൻ ക്യാമറ ചെയ്യുന്നു. അവിടെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. റൂമിൽ പോയി അവിടെ താമസിച്ച് റൂമിട്ടൊക്കെ പറഞ്ഞ് വിൻസെൻ്റ് മാസ്റ്ററുടെ അസിസ്റ്റൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് ഞാൻ ചെങ്കൽപ്പെട്ട് ബസ്സിൽ പോയിട്ട് അവിടെ പോയി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ എവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ ഒരു കടയിൽ ചോദിക്കുമ്പോൾ കടയിൽ പോയി ചോദിച്ച് അവിടെ ഇരുന്ന് കുറച്ച് ദൂരം പറഞ്ഞു, 1 കിലോമീറ്റർ. അപ്പോൾ അവിടെ ബസ് വന്നാൽ ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നടന്ന് തന്നെ പോയി. അവിടെ പോയി ഷൂട്ടിംഗ് സ്പോട്ട് എത്തി. അതിൻ്റെ നിയറസ്റ്റ് പ്ലേസ് ആയിരുന്നു. അവിടെ പോയി വിൻസെൻ്റ് മാഷെ പോയി കണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെങ്കൽപ്പെട്ടിലെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം എവിടെ കിട്ടും ഒരു ഹോട്ടൽ കാണിച്ചു. അവിടെ പോയിട്ട് ബാഗ് ഇവിടെ വയ്ക്കാൻ പറഞ്ഞിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിൽ പോയി.
അവരെല്ലാം താമസിക്കുന്ന ഹോട്ടലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിൽ പോയപ്പം അവിടെ വിൻസെൻ്റ് മാഷെ പോയി പരിചയപ്പെട്ട് ഞാനാണ് അഴകപ്പൻ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിനൊക്കെ ഇൻട്രൊഡ്യൂഷൻ ഓക്കെ ജോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നുള്ളതാണ്. അങ്ങനെ സൈഡിൽ നിന്ന് വേറെ 2 പേരും മീറ്ററൊക്കെ വെച്ചിട്ട് നിൽക്കുമ്പോൾ അവർക്ക് പറഞ്ഞ് ഞാൻ വിൻസെൻ്റ് മാഷെ വിളിച്ചിട്ട് വന്നതാണെന്ന്. തമിഴിയൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ സൈഡിൽ നിൽക്കായിരുന്നു. അപ്പോൾ വിൻസെൻ്റ് മാഷ് ഒരു സീൻ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു വണ്ടി വരുന്നത്. അതിൽ ഇപ്പം നമ്മൾ ആദം അയ്യൂബ് എന്ന് പറയുന്ന പിന്നെ ടെലിവിഷൻ ഡയറക്ടറായ ആളാണ് അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നത്, ഇംഗ്ലീഷ്കാരനായിട്ട്, ബ്രിട്ടീഷായിട്ട്. ശിവാജി ഗണേശൻ വരുന്ന ഒരു വാനുണ്ട്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വാനുണ്ട്. അതിൽ ശിവാജി ഗണേശൻ അവരൊക്കെ വരുന്നത്. അതിൽ നിന്ന് 2 പേര് എസ്കേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ കഥ പൊട്ടിയിട്ട് പോകുമ്പോൾ തോക്ക് വെച്ച് വെടിവെക്കുന്നതാണ് സീൻ. അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ കേട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല, ജസ്റ്റ് ജോയിൻ ചെയ്തുകൊണ്ടെന്ന്. അപ്പോൾ കുറേ പേര് വണ്ടിയിൽ കയറിക്കോന്ന് പറഞ്ഞു. ലോറി വന്നപ്പം മറ്റേ പോലീസ് വാൻ വന്നപ്പം അതിൽ കുറേ പേരെ കയറാൻ പറഞ്ഞു. ആ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നെയും പിടിച്ച് കയറി, നീയും കയറുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറമാനാണ്, അപ്പോൾ കുഴപ്പമില്ല, സാർട്ട് ഞാൻ സൊല്ലിക്കറ എന്നെയും പറഞ്ഞു. അങ്ങനെ ശിവാജി സാർ ഇവിടെ പിന്നെ ലാസ്റ്റിൽ വരുന്നത്. അതിന് മുമ്പ് കുറേ ക്രൗഡ് കേട്ടപ്പോൾ എനിക്കും ഒരു സീറ്റ് തന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ പേര് വെളിയിൽ വരണം, അപ്പം വെടി വയ്ക്കും, ചാവണം, ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ റെഡി എന്ന് പറഞ്ഞിട്ട് എല്ലാം ഓക്കെ. ഞാൻ ആക്ടിങ് പോയതല്ല, എനിക്ക് ആക്ടിങ് അറിയത്തില്ല. അങ്ങനെ പിടിച്ച് വാനിൽ ഇരുത്തി വെച്ചിട്ട് ഡമ്മി ആളുകളെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് അല്ല റിഹേഴ്സലൊക്കെ നോക്കി. എന്നിട്ട് പിന്നെ ശിവാജി ഗണേശൻ സാർ വന്നു. എന്നിട്ട് ഇരുന്നിട്ട് ആ വാനിൽ വന്ന് ഞാനിതിൽ ഇരിക്കുകയാണ്. അപ്പം ആ വാൻ തുറന്നോളാൻ പറഞ്ഞപ്പോൾ എല്ലാവരും തുറന്ന് ഞാനതിൽ പുറത്തേക്ക് വന്ന് വെടിവെച്ച് 2 പേര് വീണ്. ഞാൻ നേരെ വന്നിട്ട് അതേ ലാഡ്ജിൽ വന്നിട്ട് വണ്ടി എടുത്ത് മറ്റേ ബാഗ് എടുത്തിട്ട് തിരിച്ചു പോയി. പിന്നെ ഞാൻ വർക്ക് ചെയ്തില്ല, കാരണം എനിക്ക് ആക്ടിങ് വിട്ടപ്പോൾ ഞാൻ അതോടെ അപ്സെറ്റായിപ്പോയി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു. എന്തെങ്കിലും ചാൻസ് കിട്ടുമ്പോഴാണ് അന്ന് മാരുതിറാവ് എന്നൊരു ഫേമസ് ഡയറക്ടർ, അവർ ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മാരുതിറാവിന് വടൈമാലെന്നൊരു പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുക, എൻ്റെ പ്രൊഫസർ അവിടെ ഇരുന്നിട്ട് എന്നെ വിളിച്ച്, അഴകപ്പൻ ഇവർ ഒരു അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ വേണം പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുക, ആപ്പറേറ്റ് பண்ணணும் ക്യാമറ സാർക്ക്, മാരുതിറാവ് സാർക്ക് ഒന്നുകൂടി ഒരു പാട്ടില്ല, അത് അവർക്ക് பார்க்கணும்னு ഏതെങ്കിലും ഇട്ട് കാണിക്കുന്നതാണ്. അങ്ങനെ ഞാൻ പ്രൊജക്ഷനിസ്റ്റ് സോപ്പിട്ട് ഞാൻ ചെയ്ത ഒരു പാട്ട് മറ്റേ ജൂലി ഐ ലവ് യു എന്ന് പറഞ്ഞ് ബോബിയിലുള്ള പാട്ട്, അത് രവീന്ദ്രൻ ആക്ട് ചെയ്ത്, നമ്മുടെ ആക്ടർ രവീന്ദ്രൻ ആക്ട് ചെയ്ത് ആ പാട്ട് ചെയ്തപ്പോൾ മാരുതിറാവ് സാറും നമ്മുടെ വാലി ഫേമസ് റൈറ്റർ പോയറ്റ്, കണ്ണദാസൻ കഴിഞ്ഞാൽ പിന്നെ വാലി സാറാണ്. വാലി സാറും പുള്ളിയും വന്നു. 2 പേരും വന്ന് ഞാനും തിയേറ്ററിലിരുന്ന് പാട്ട് കേട്ടു, പാട്ട് കണ്ടിട്ട് കൈ കൊടുത്ത് വാലി സാർ നല്ല വർക്കാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ മാരുതിറാവ് സാർ പറഞ്ഞു നാളെ തൊട്ട് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് മാരുതിറാവ് സാറിൻ്റെ അതേ സ്റ്റുഡിയോയിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡിയോയിൽ തന്നെ അവിടെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. അതിൽ ജോയിൻ ചെയ്ത് ചാപ്പാട് കഴിച്ച് എല്ലാം ഫ്രീ ആണ്. ഈവനിങ് പോകുമ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കണം. ഞാൻ ഓപ്പറേറ്റീവ് ക്യാമറമാനാണ്, എന്നാലും ക്യൂവിൽ നിന്നിട്ട് 2 rupees തരും. ആ 2 rupees വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകും. ആ 2 rupees മാക്സിമം സാലറി, ബാറ്റാന്ന് പറയും. അപ്പോൾ അത് മാരുതിറാവ് സാർ കൂടെ ആണ് ഒരു MGR ഫിലിം വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയത്. അപ്പോൾ MGR ഉന്നെ വിട മാട്ടൻ എന്നൊരു ഫിലിം, അതാണ് MGR സാർ ആക്ട് ചെയ്തത്. ചീഫ് മിനിസ്റ്ററായിട്ട് തന്നെ ആയ ശേഷം കരുണാനിധിക്ക് അഗെയിൻസ്റ്റായിട്ട് എടുത്ത ഒരു പടമാണ് ഉന്നെ വിട മാട്ടൻ, ഐ വോണ്ട് ലീവ് യു, എന്നെ വെറുതെ വിടില്ല എന്ന് പറയുന്ന ടൈറ്റിലാണ് ആ പടം. അങ്ങനെ അതിൽ വന്നിട്ട് ഫസ്റ്റ് സീക്വൻസ് തന്നെ MGR എന്ന CM ആയ ശേഷമുള്ളതാണ്. അപ്പം മധുരയിലാണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മധുരയ്ക്ക് കൊണ്ടുപോയി മധുരയിലിരുന്നിട്ട് എയർപോർട്ടിൽ വരുന്ന സീനാണ് ഫസ്റ്റ് ഒന്ന് CM ഇറങ്ങുന്നത്. അപ്പം ഞാൻ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. മാരുതി സാർ വന്നില്ല, എൻ്റെ അടുത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഷൂട്ട് ചെയ്തു. പക്ഷേ ശ്രദ്ധിച്ച് നിൽക്കണം, ഫോക്കസ് കറക്റ്റായിരിക്കണം, അതിൻ്റെ അടുത്ത് വരുന്നവരെ ക്ലോസപ്പിൽ ചെയ്യണം. ഞാൻ മറ്റേ ക്യാമറയിലിരിക്കാൻ പറഞ്ഞിട്ട് സാർ ഒരു ക്യാമറയിൽ പോയി ഞാനാണ്.
അങ്ങനെ MGR ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നു. സ്പെഷ്യൽ ഫ്ലൈറ്റായിരുന്നു. ഇറങ്ങി അടുത്ത് വരുന്ന വരെ ഞാൻ ഫുള്ള് ഫോളോ ചെയ്ത് ആ ഷോട്ട് എടുത്ത്. ഒരു നെർവസ് ഉണ്ടായിരുന്നു. MGRയുടെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഡെഫിനറ്റായി നമ്മളൊന്നുമില്ല, 18 വയസ്സായിട്ടേ ഉള്ളൂ. അദ്ദേഹം സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ ആ ഷോട്ട് എടുത്ത് ഇപ്പം വളരെ ടൈറ്റ് ക്ലോസ് വരെ എടുത്തിട്ട് വിട്ടു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പബ്ലിക് ഫങ്ഷൻ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ക്യാമറ എല്ലാം ഹാൻഡിലെടുത്തു, കാരണം MGR എന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല, നീ ആ ഒരു ഷോട്ട് മിസ് ചെയ്തത്, ഇതൊരു ന്യൂസ് കവറേജ് പോലെ ചെയ്താൽ മതി. ന്യൂസൊക്കെ വർക്ക് ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ ന്യൂസ് റീൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷോൾഡറിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വയ്ക്കാൻ സാറിന്. അങ്ങനെ 2 സീനിയർ ക്യാമറ ആണ്. അതെടുത്ത് ഞാൻ റെഡിയായിരുന്നു. 2 കൈയും പിടിച്ചിട്ട് എനിക്ക് നെർവസ് എന്ന് പറഞ്ഞാൽ MGR ഒരു ഭയങ്കര ഫിഗറാണ്, ഭയങ്കര കളറും പുള്ളിയുടെ ഡ്രസ് കോഡ് അതെല്ലാം കണ്ടിട്ട് നമ്മൾ വരണ്ടു പോകും. അപ്പം സ്റ്റേജിൻ്റെ മുമ്പ് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും നമുക്കറിയത്തില്ല, യു ഹാവ് ടു ക്യാപ്ചർ എന്ന് പറഞ്ഞു. അപ്പം മാരുതി സാർ ടെലി ലെൻസ് ഇട്ടിട്ട് സൂം ലെൻസ് ഇട്ടിട്ട് സൈഡിൽ ഒരു ക്യാമറയിൽ നിൽക്കുന്നു, ഞാൻ സ്റ്റേജിൻ്റെ അടുത്ത് നിൽക്കുന്നു. പെട്ടെന്ന് MGR ഇങ്ങനെ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു കുട്ടി ഇവിടെ ഫ്രണ്ടിലിരുന്ന് കൊച്ചു കുട്ടി കരയുന്നുണ്ട്, ഭയങ്കരമായി കരയുന്നു. അവിടെ ഞാൻ ക്യാമറ ഫുള്ള് കോൺസെൻട്രേഷൻ അവിടെയാണ്. ഒരു നോർമൽ ലെൻസ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. MGR എന്ത് ചെയ്യുമെന്നുള്ളത് കാരണം പുള്ളി പറഞ്ഞാൽ അത് എന്തെങ്കിലും ആക്ഷൻ വരുമ്പോൾ മാത്രം റോൾ ചെയ്താൽ മതി, ഫിലിം റോൾ ചെയ്താൽ മതി, അല്ലാതെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് MGR എണീറ്റപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ക്യാമറ അസിസ്റ്റൻറ്റ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തെന്ന്. അങ്ങനെ ഫിലിം റോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാൻ ചെയ്തപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു പാരപ്പറ്റ് ഉണ്ടായിരുന്നു, അത് ചാടിയും ആ മുണ്ടും എടുത്തിട്ട് അത് ഒരു സ്റ്റൈൽ സിനിമയിൽ ചെയ്യുന്ന പോലെ സ്റ്റൈൽ ചെയ്തു. അത് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ ഓടി വന്നിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് സ്റ്റേജിൽ തന്നെ ഇട്ട് ഇങ്ങനെ വെച്ചപ്പോൾ ആ കുട്ടി കരച്ചിൽ നൃത്തവും ചെയ്തു. എന്നിട്ട് പേരെന്നാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ താഴെ ഇരുന്നിട്ട് പേര് വിടൽ എന്തോ പറഞ്ഞ് തമിഴ് തായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്റ്റണ്ടായിരുന്നു. തമിഴ് തായ് എന്ന് പറഞ്ഞിട്ട് തമിഴ് അന്നി എനിക്ക് ടക്കുന്ന് ക്യാച്ച് ചെയ്ത് തമിഴിന് വെച്ചിട്ട് ഒരു പേര് പറഞ്ഞിട്ട് കൊടുത്തന്നെ അങ്ങോട്ട് ഭയങ്കര ഓഡിയൻസ് ക്ലാപ്സ് നിന്ന്. ഈവനിങ് ഫങ്ഷൻ കഴിഞ്ഞു. ബാക്കി കുറേ ഷോട്ടുകൾ കണ്ട് പിന്നെ ഗിമിക്സ് ഒന്നും നടന്നില്ല. ഞാൻ അത് ക്യാമറ വെച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ ഷോട്ട് എടുത്തു, അത്രേ ഉള്ളൂ. രാത്രി അശോക ഹോട്ടൽ എന്നൊരു ഹോട്ടലിൽ താമസിച്ചിരുന്നു. മാരുതിരാവ് സാർ എന്നെ വിളിപ്പിച്ചു. ഞാൻ സാറുടെ റൂമിൽ പോയി. അഴപ്പം അത് ഷോട്ട് കറക്റ്റാக കിടച്ചതാ, എക്സ്പോഷറെല്ലാം കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. അത് ரொம்ப ഇമ്പോർട്ടൻറ്റ് ഷോട്ടാക്കും. അത് ഏതെങ്കിലും ക്ലിപ്പിങ്ങിൽ ഇടാൻ വേണ്ടിയായിരിക്കും. ഇനി എടുത്ത് മിസ്സായില്ലല്ലോ, ഉറപ്പില്ലെന്ന് ഞാൻ ഉറപ്പാണ്. അങ്ങനെ കുറേ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇത് റഷൊക്കെ അടിച്ച് ജെമിനി സ്റ്റുഡിയോ, അന്ന് ജെമിനി സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരേ കടൽ ഷൂട്ട് ചെയ്ത അതേ സ്പോട്ടിലെ ഒരു അടച്ചു കിടക്കുന്ന ബിൽഡിംഗ്, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറഞ്ഞില്ല, അവിടെയായിരുന്നു ലാബ്. അത് പൊളിച്ചിട്ടാണ് അവർ ഇപ്പം ഇത് കെട്ടിയപ്പം കേസും വഴക്കമാക്കായി. അപ്പോൾ ആ ലാബിൽ പോയി ഞാൻ കാത്തിരിക്കുക അവിടെ ഗേറ്റിൻ്റെ അടുത്ത്. ഇപ്പോൾ MGR വരുന്നെന്ന് പറഞ്ഞു. ഭയങ്കര ഇതാണ്, CM അല്ലേ. അപ്പോൾ ഞാൻ ഓടിപ്പോയി തിയേറ്ററിൽ പോയി അകത്തായിരുന്നു. തിയേറ്ററിൽ വന്നില്ല. പിന്നെയാണ് അറിഞ്ഞത് മേളിലെ ഒരു സ്പേസ് ഉണ്ടെന്ന്, അത് VIP സ്പേസ്, അതിലെയാണ് MGR കാണാൻ പോകുന്നത്. അപ്പോൾ കണ്ടു, ഫുള്ള റഷ് കണ്ടു. എല്ലാ റഷും കണ്ടിട്ട് മാരുതിരാവ് സാർ ഷൂട്ട് ചെയ്തതും ഞാൻ ഷൂട്ട് ചെയ്തത് എല്ലാം കണ്ടിട്ട് തിരിച്ച് പോകുമ്പോൾ ഓഫ് ചെയ്തുകൊണ്ട് ഞാൻ ഓടിപ്പോയി താഴെ വെയിറ്റ് ചെയ്ത്, ആ പടിക്കെട്ടിൽ വെയിറ്റ് ചെയ്ത്. MGR അവിടെ മാരുതിരാവ് സാറിട്ട് എന്തൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാർ തന്നെ സാർ തന്നെ ക്യാമറമാനായിരുന്നു, അതിൽ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. അപ്പോൾ 2 പേരും ഒരുമിച്ച് വരുമായിരുന്നു. കൂടെ വാലി സാറുണ്ടായിരുന്നു. 3 പേരും ഒരുമിച്ച് വരുമായിരുന്നു. അപ്പോൾ ഞാനവിടെ പടിക്കെട്ടിൽ നിൽക്കുമ്പോൾ എന്നെ കാണിച്ചിട്ട് എന്തോ പറഞ്ഞു മാരുതിരാവ് സാർ. ഞാനങ്ങനെ തൊഴാൻ വേണ്ടി റെഡിയായി നിൽക്കുക. അടുത്ത് തൊട്ട് വന്നിട്ട് എൻ്റെ തോഴത്ത് തട്ടിയിട്ട് പോയി. അപ്പം വേറെ ഒന്നും പറഞ്ഞില്ല, തട്ടിയിട്ട് പോയി. കാറിൽ കയറി. പിന്നെ പോലീസ് അത് കാര്യങ്ങളൊക്കെ വന്നു. ഇന്ന് പോലെയല്ല, 2 പോലീസ് 3 പോലീസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അവരൊക്കെ വന്നിട്ട് CM പോയി. അന്ന് CM ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുള്ളി വന്നിട്ട് സ്പീച്ചൊക്കെ നടത്തി. എന്നൊക്കെ അന്ത ഫംഗ്ഷൻ ഞാൻ തന്നെ കവർ ചെയ്ത്. പിന്നെ മാരുതിരാവ് സാർ വിളിച്ചു. MGR ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ തോഴ് തട്ടിയില്ലേന്ന്. അത് തട്ടി സാറിന്. അത് അർത്ഥം എന്താണെങ്കിൽ പുള്ളി ഇല്ലെങ്കിൽ നേരെ പോയതിനെ, ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് തോഴത്ത് തട്ടി, അതാണ് പുള്ളിയുടെ സിംറ്റം. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മാരുതിരാവ് സാറുടെ കൂടെ വടമാല വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗ്യാപ്പ് വന്നപ്പോഴാണ്
മലയാള ഫിലിം സായുജ്യമും ചൂളയിലെയാണ് ആദ്യം ജോയിൻ ചെയ്തത്. ശശികുമാർ സാർ പടത്തിന് നേരത്തെ പറഞ്ഞ JG വിജയം സാറുടെ ക്യാമറ വർക്കായിരുന്നു. അപ്പോൾ സാറ് വന്ന് ഇവിടെ തുടങ്ങി വെച്ചിട്ട് നമ്മൾ മ്യൂസിയത്തിലാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ഒരു ദിവസം കഴിഞ്ഞിട്ട് സാർ പറഞ്ഞ് ബാക്കി അഴകപ്പൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഞങ്ങൾ മെർലാൻഡ് സ്റ്റുഡിയോയിലൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അസിസ്റ്റൻ്റായിരുന്ന പ്രേംകുമാർ എന്നൊരു ഡയറക്ടർ, നമ്മുടെ ശശികുമാർ സാറുടെ അസോസിയേറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പടം സായുജ്യം, അതും കുറച്ച് വർക്ക് ചെയ്ത്. പിന്നെ കന്നഡയിലൊക്കെ വർക്ക് ചെയ്ത്. ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ. ഐ വെൻറ്റ് ബാക്ക് ടു കശ്മീർ. അപ്പോൾ ഫഹദിൻ്റെ ആൾറെഡി ഞാനൊരു കഥ പറഞ്ഞിരുന്നു, റഷ്യൻ സ്റ്റോറി. ആ ഫഹദ് അത് ചെയ്യാനും ഏറ്റിരുന്നു. അപ്പോൾ അത് ഫഹദ് കറക്റ്റായിരിക്കുമല്ലോ എന്ന് എല്ലാവരും പറഞ്ഞു. ഇവിടെ ഫഹദിൻ്റെ ആൾറെഡി ഞാൻ സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഫഹദിനെ ഇപ്പോൾ പോകുന്നില്ല. അപ്പോഴാണ് എനിക്ക് ഈ ഉസ്താദ് ഹോട്ടലിൽ വരാൻ പോകുന്നു പറഞ്ഞ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ ദുൽഖർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ദുൽഖറിൻ്റെ സംസാരിക്കാൻ. അപ്പോൾ ആൻഡ്രൂ ജോസഫ് കണക്ട് ചെയ്ത് തന്നു. അപ്പോൾ ജോർജ് വിളിക്കുന്നു. അപ്പോൾ ദുൽഖറായിട്ട് ഇങ്ങോട്ട് വിളിച്ചു എന്നിട്ട് കഥ കേൾക്കാവുന്നു. അങ്ങനെ ദുൽഖറിൻ്റെ വീട്ടിലെ ഇപ്പോൾ ഈ കഥ പറഞ്ഞു. അപ്പോൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞു ഐ ലവ് ദിസ് സ്റ്റോറി, ഐ ലൈക്ക് ദിസ് സ്റ്റോറി, ഐ വിൽ ഡു ഇറ്റ് എന്ന്. പിന്നെ മമ്മൂക്കാവും ഞാൻ കാണാൻ പോയി. സെറ്റ് ഇവിടെ വർക്ക് നടക്കുമ്പോൾ ഷൂട്ടിംഗ് സ്പോട്ടിൽ പോയിട്ട് മമ്മൂക്ക കഥ ഒന്ന് പറയട്ടെ കേൾക്കുന്നുണ്ടോയെന്ന്. അല്ല, അവൻ പറഞ്ഞു അവനക്ക് ഇഷ്ടമായിന്ന്, അത് മതി.